ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടും അണയും അനന്തരമസ്തി നാസ്തി എന്നീ അനുഭവവും നിലയറ്റ് നിന്നുപോകും. പ്രാപഞ്ചികർ ദ്വന്ദ്ങ്ങൾക്ക് ഇരയാകുന്നു. എല്ലാം ദ്വന്ദ്ങ്ങളായാണ് മുന്നിലെത്തുന്നത്. വെളിച്ചം ഇരുട്ട്, ജനനം മരണം, തണുപ്പ് ചൂട്, കയറ്റം ഇറക്കം, ഇഷ്ടം അനിഷ്ടം, സന്തോഷം സങ്കടം, ഇങ്ങനെ ദ്വന്ദ്ങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്നു ജീവിതം. ഒരുതരം ആന്തോളനം. എന്താണ് ഇതിന് കാരണം? നമുക്ക് ഉൾക്കാഴ്ച ലഭിച്ചിട്ടില്ല, ഏകതയെ ദർശിക്കാൻ ആയിട്ടില്ല. നാം ഇവിടെ അണുവിനെയും കാണുന്നു, അഖണ്ഡതയെയും കാണുന്നു, ഏകകോശ ജീവിയെയും കാണുന്നു, അനന്ത പ്രപഞ്ചത്തെയും കാണുന്നു. ഒന്ന് ചെറുതായി കാണുന്നു, മറ്റൊന്ന് വലുതായി കാണുന്നു. ഒന്ന് ഉണ്ടെന്ന് കരുതുന്നു, മറ്റൊന്ന് ഇല്ലെന്ന് കാണുന്നു. ദീപം കത്തി നിൽക്കുന്നതും കാണുന്നു, ദീപം അണഞ്ഞു പോകുന്നതും കാണുന്നു. ഇങ്ങനെ ഇരുവശങ്ങളിലായി കാണുന്ന പ്രാപഞ്ചിക അനുഭവങ്ങളെല്ലാം പ്രതീതി മാത്രമാണ്. ഏറ്റവും ചുരുങ്ങിയ അണുവായി കാണുന്നത് തന്നെയാണ് ഈ അഖണ്ഡതയായും നിലനിൽക്കുന്നത്. അഖണ്ഡത അണുവാകുമ്പോൾ അതിൽ അഹന്ത കലരും, ഞാനെന്ന് തോന്നും. അണു അഖണ്ഡതയാകുമ്പോൾ എല്ലാം ഞാനെന്ന അനുഭവവും ഉണ്ടാകും. എല്ലാം ഞാനെന്ന അനുഭവമാണ് ആത്മാനുഭവം. ആത്മാനുഭവത്തിൽ രണ്ടെന്ന തോന്നൽ ഉണ്ടാകില്ല. ദ്വന്ദ്പ്രതീതി അറ്റുപോകും. ഉണ്ടെന്നുമില്ല, ഇല്ലെന്നുമില്ല. അവിടെ ധ്രുവങ്ങളില്ല. അവിടെയുള്ളത് അറിവെന്ന പ്രകാശം മാത്രമാണ്. ഇതാണ് മുക്തി, മോക്ഷം, നിർവാണം. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മസ്യ ജന്തോർ നിഹിതോ ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമാത്മന. കഠോപനിഷത്തിൽ ഇങ്ങനെ പറയുന്നു. സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ് ആത്മാവ്, സ്ഥൂലത്തിൽ സ്ഥൂലവുമാണ്. എല്ലാ ജീവികൾക്കുള്ളിലും ഇത് നിലകൊള്ളുന്നു. ഭൗതിക കാമങ്ങൾ വെടിഞ്ഞവർ ഇതിനെ ദർശിക്കുന്നു. അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രസന്നമായി താനും സകല ചരാചരങ്ങളും ഒന്നെന്ന അനുഭവത്തിലേക്ക് എത്തുന്നു. ആത്മദർശനത്തിൽ ഈ ഏകതയിലാകും എന്നത് ഗുരു ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നു. അതുവരെയുള്ള ജീവിതം ദ്വന്ദ്ങ്ങൾക്കുള്ള കൂട്ടിരിപ്പാണ്.